സ്നേഹത്തിന് 4000 അല്ല നമ്മൾക്ക് ഇപ്പൊ ഒരാൾക്ക് അത് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് അതൊരു പ്രചോദനം ആവെങ്കിൽ ഒരു സപ്പോർട്ട് ആവെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടാണ്. ചേട്ടൻ ഞങ്ങള് പൂച്ച കാണാണ്ട് പോയേക്കുന്നതാണ്. മിനിയാന്ന് രാത്രിയാണ് പോയേക്കുന്നത്. ഇവിടെ സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിന്റെ അടുത്തുനിന്നായിട്ട്. അപ്പൊ അതിന്റെ ഒരു ചുറ്റുവട്ടത്തായിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ റേഡിയസിൽ ഉണ്ടാവും. ഞങ്ങള് മിനിയാന്ന് ഇങ്ങോട്ട് അമ്മയുടെ അടുത്തുണ്ടായിരുന്ന പൂച്ചയാണ് എടപ്പള്ളിയില്. അപ്പൊ കുറച്ച് ദിവസത്തിനൊന്ന് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആള് പേടിച്ച് പുതിയൊരു സ്ഥലമായോണ്ട് പേടിച്ചിട്ട് ഓടിപ്പോയതാണ്. അതായത് എന്താണ് മൊസ്കിറ്റോ നെറ്റ് ഇല്ലേ, മൊസ്കിറ്റോ നെറ്റ് തുറന്നിട്ട് ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ ഏരിയയിലൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കറുത്ത കളറുള്ളൊരു പൂച്ചയാണ്, ഫുള്ള് ബ്ലാക്ക്. അവിടെ നെഞ്ചിന്റെ ഇവിടെ മാത്രമായിട്ട് വൈറ്റ് കളർ ഉണ്ട്. പിന്നെ പുസിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കും. പ്രായമുള്ള പൂച്ച എന്ന് പറഞ്ഞാൽ വലിയ സൈസ് അല്ല, പക്ഷെ 10 വയസ്സുള്ള ഇച്ചിരി മെലിഞ്ഞ ടൈപ്പ് ഒരു പൂച്ചയാണ്. ഇതൊക്കെയാണ് പറഞ്ഞാലും മനസ്സിലാവുന്ന ഇതുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോസ്റ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നോക്കാണ്, കണ്ടുപിടിച്ച് തരണേ. എടപ്പള്ളിയിൽ അമ്മ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്ന ജ്യേഷ്ഠനും ഒക്കെ ആയിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുവന്ന നമുക്ക് വേറെ ഇവിടെ ഒരു കാറ്റും ഡോഗും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഇവളങ്ങടെ ഇറങ്ങി ഓടി. ഞങ്ങൾക്ക് എല്ലാവർക്കും അവള് വേണ്ടപ്പെട്ട. അവള് 10 കൊല്ലമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ അറിയാലോ, ഫാമിലി മെമ്പർ ആയല്ലോ. അമ്മ എന്ന് മാത്രമില്ല, എല്ലാവർക്കും വേണ്ട ആളാണ്. പ്രത്യേകത്തിലെ പൂച്ച ഒന്നല്ല, നമ്മുടെ തനി നാടൻ അടിപൊളി സ്വഭാവ മഹിമുള്ള ഒരു പൂച്ചയാണ്. 4000 സ്നേഹത്തിന് 4000 അല്ല നമ്മൾക്ക് ഇപ്പൊ ഒരാൾക്ക് അത് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് അതൊരു പ്രചോദനം ആവെങ്കിൽ ഒരു സപ്പോർട്ട് ആവെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പൈസ ഇട്ടത്. അല്ലാതെ പൂച്ചയ്ക്ക് 4000 ഒന്നല്ല. അവളെ നമുക്ക് ആലുവ ഭാഗത്തുനിന്നായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. കുഞ്ഞായിരിക്കുമ്പോ കിട്ടിയതാ 10 കൊല്ലം മുന്നേ. അപ്പൊ തൊട്ടിട്ട് കൂടെ ഉണ്ട്. ഇതിപ്പോ തുരുത്തിപ്പുറം മാർക്കറ്റ്, മറ്റേ പള്ളിയുടെ ഏരിയ, പിന്നെ ഭുവനേശ്വരി അമ്പലം ഉണ്ടല്ലോ ആ ഒരു ഭാഗം, പിന്നെ സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂള്, ഈ ഒരു ഏരിയയിലൊക്കെയാണ് പൊട്ടിച്ചേക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് പോയെന്ന് അല്ലേ? സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂള്, തുരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂള്, അതിന്റെ അടുത്തുനിന്നാണ് പോയത്. എല്ലാ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. മിനിയാന്ന് രാത്രിയാണ് പോയത്. അപ്പൊ ഇന്നലെ രാത്രി പോയതുകൊണ്ട് ഇന്നലെ മൊത്തം കവർ ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ അടുത്തും അടുത്തുള്ള ചേച്ചിമാരും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ ആയിട്ട് എല്ലാവർക്കും ഒന്ന് ഫെമിലിയർ ആയിട്ട് വേണ്ടേ, അതുകൊണ്ട് തിരിച്ചു വരാനായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. കാരണം സ്ഥലം തീരെ ഫെമിലിയർ അല്ല. അപ്പൊ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവള് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാടിൽ നടക്കുന്ന ആളല്ല, ഇച്ചിരി അർബൻ പൂച്ചയാണ്. എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് മിംഗിൾ ചെയ്യുന്നൊക്കെ ടൈപ്പാണ്. തനിയെ ഫുഡൊക്കെ ആയിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഈ നമ്പറിൽ അപ്പൊ തന്നെ ഒന്ന് വിളിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 100%.